അഫ്സ്പ പിൻവലിക്കുമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനം നിരുത്തരവാദപരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2-3 ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ കശ്മീർ സമാധാനപരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിൽ അഫ്സ്പ പിൻവലിക്കുന്നത് സൈന്യത്തിനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണെന്നും പ്രധാനമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യവും വ്യക്തമാക്കിയത്. आप अफ्स्पा को कैसे देखते हैं? क्या कोई एक टाइम बाउंड वे में उसको वो किया जाएगा? देश में पहले ऐसी स्थिति पैदा करनी चाहिए कि अफस्पा की जरूरत ही न पड़े. जैसे हमने अरुणाचल में परिस्थिति पैदा की तो कुछ जिलों से हमने हटाया, हमने कुछ राज्यों में से हटाया. 1980 के बाद पहली बार हटाने का काम हमने किया है, लेकिन कानून को तो बनाए रखा है. सरकार के पास हथियार तो होना ही चाहिए ताकि जवानों को एक सुरक्षा मिले, तब जवान मोरली लड़ सके. और जम्मू कश्मीर में से हटाने का मतलब होता है कि हमने हमारे जवानों को फांसी के तख्त पर लटका देना. मैं देश के जवानों के साथ ऐसा नहीं होने दूंगा. अब अफस्पा को हटाने की बात करने का मतलब है कि आप अपने सेना के जवानों के हाथ में से सारे शस्त्र ले रहे हैं. तो देश की सेना के जवान को इस प्रकार से निहत्या करना क्या शोभा देता है क्या? और भारत की सेना पीस कीपिंग फोर्स में भारत के सुरक्षा बल के जवान जाते हैं. जब से पीस कीपिंग फोर्स बना है तब से जाते हैं, और दुनिया में सबसे ज़्यादा नंबर भेजने वालों में हिंदुस्तान है. लेकिन अनुभव ये आया है कि इतने सालों में सारे दुनिया में भारत की सेना के लोगों की डिसिप्लिन, ड्यूटी के प्रति उनका समर्पण, इसकी भरचक सराहना होती रही है. बड़ा गौरवगान होता रहा है. आज हमारे ही देश के एक दल जो 50-60 साल तक सरकार चलाता रहा, वो आज इस प्रकार की भाषा बोले, इससे बड़ा दुर्भाग्य क्या हो सकता है? പ്രധാനമന്ത്രിയുമായി നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 7-നും 10 മണിക്കും സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, പ്രധാനമന്ത്രി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് 18നുമായുള്ള അഭിമുഖത്തിൽ. അതിൽ അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം മതേതര മുന്നണിയുടെ കൂട്ടായ്മയിലാണ്. തനിക്കെതിരെ ശത്രുക്കളെല്ലാം ഒന്നായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മായാവതിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മായാവതിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മായാവതിക്ക് മനസ്സിലാകുന്നില്ല, അവരുടെ കപ്പൽ മുങ്ങുകയാണ് എന്നും പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ എങ്ങനെ കാണുന്നു? എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പരാജയ ഭീതിയും അസ്വസ്ഥതയുമാണ് ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം ഇതിനു മുമ്പൊന്നും അങ്ങനെ പാർട്ടികളെ അങ്ങനെ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല, BJPയുടെ വിജയം ഉറപ്പാണ്, അല്ലെങ്കിൽ BJP ആരെയും ഗൗരവത്തിലെടുക്കുന്നില്ല, ഈ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോ കഴിഞ്ഞ ഏതാനും ദിവസമായി, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞതോടുകൂടി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുമ്പോൾ BJPക്ക് ഉണ്ടാകാവുന്ന നഷ്ടം, അതിനെക്കുറിച്ചൊരു ബോധ്യം അദ്ദേഹത്തിന് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പാർട്ടികളെ പേരെടുത്തും നേതാക്കന്മാരെ പേരെടുത്തുമുള്ള വിമർശനത്തിലേക്ക് കടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തെ ഒരു രാഷ്ട്രീയ കാറ്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മൂഡ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് UPയിലും വടക്കേന്ത്യയിലും BJPക്ക് വലിയ ക്ഷീണമുണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഏതെങ്കിലും നിലയിലുള്ള വിള്ളലുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. മായാവതിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ അദ്ദേഹം എടുത്തു കാട്ടുന്നുണ്ട്. മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിനെ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് അഫ്സ്പ പിൻവലിക്കുമെന്ന വാഗ്ദാനം. അതിനെതിരെയും അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട്. നിരുത്തരവാദപരമാണ് ആ നിലപാട് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. 2-3 ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ കശ്മീർ സമാധാനപരമാണ് എന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്ല, ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. BJP ഇപ്പോ പ്രധാനമന്ത്രിയാണ്, BJP ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രക്രിയ തുടങ്ങി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് രാജ്യം മാറിയതിനു ശേഷം ഈ വർഗീയതയിൽ ഊന്നിയുള്ള പ്രചരണമല്ലാതെ
ഒരു വാക്കുപോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ മുസ്ലിങ്ങളുടെ പേരിലോട്ട് ഹിന്ദുക്കളുടെ പേരിലോട്ട് പിടിച്ചാൽ എന്താകുമായിരുന്നു എന്ന് ഇതുപോലെ, അതല്ലെങ്കിൽ പാകിസ്ഥാനെ കുറിച്ചുള്ള ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ മതേതര ചേരിക്കാരാണ് വർഗീയത പറയുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒപ്പം അത് പറഞ്ഞിട്ട് അതോട് ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞ ഹിന്ദുക്കളുടെ പേരിൽ വോട്ട് പിടിച്ചാൽ എന്താ, അത് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതല്ലാണ്ട് അദ്ദേഹത്തിന് മതേതര ചേരിക്കാർ വർഗീയത പേരിൽ വോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് അംഗീകരിക്കുക? നമ്മൾ മതേതരത്വം പറയുന്നവർ ഇത് കാണുന്നില്ലേ, അവരെവിടെയാണ് എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നതെല്ലാം ഈ മറ്റേത് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അത് പറയണം. അത് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ഒരേ ഒരു കാര്യം. രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തും, രാജ്യത്തെ ജനങ്ങൾ പ്രബുദ്ധത ഉള്ളവരാണ്. ഒരു വട്ടം കഴിഞ്ഞ വട്ടം അവർക്ക് തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരാൻ 5 വർഷം അധികാരത്തിലിരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ രാജ്യത്തെ ജനങ്ങളോട് താൻ നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചോ പരിപാടികൾ അതിന്റെ നേട്ടത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ല എന്നാലോചിക്കും. UPA സർക്കാരുകളൊക്കെ അവർ ഭരണത്തിലിരുന്ന് നടപ്പിലാക്കി അതിന്റെ പേരിലാണ് വോട്ട് ചോദിച്ചത് എങ്കിൽ നരേന്ദ്രമോദിക്കും BJPക്കും സംഘപരിവാറിനും ഈ ഒരു വർഗീയതയിലൂന്നിയുള്ള പ്രചരണമല്ലാതെ ഒരു വാക്കുപോലും തെരഞ്ഞെടുപ്പിനകത്ത് പറയാനില്ല എന്ന് കാണിക്കുന്നത് തന്നെ അവരുടെ ഭരണപരാജയവും അതുപോലെ തന്നെ അവരുടെ പരാജയ ഭീതിയുമാണ് എന്ന് ഞാൻ പറയും. തന്നെ ഇപ്പോഴവർ പ്രതിപക്ഷ ഐക്യത്തെ ഭയപ്പെടുകയാണ്. ഇത്രയും നാളും പ്രതിപക്ഷ ഐക്യത്തെ പരിഹസിച്ച് തള്ളിയിരുന്നവർ ഇത് ഈ മസാല കൂട്ടുകൾ വർക്ക് ചെയ്യാൻ പോകുന്നില്ലെന്നും ഒന്നിച്ച് നിൽക്കാൻ പോകുന്നില്ലെന്നും ഇത് പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ലെന്നും ഒക്കെ ആക്ഷേപിച്ചിരുന്നവർ ഇപ്പോൾ അതിന്റെ സ്ട്രാറ്റജി മാറ്റി പ്രതിപക്ഷ ഐക്യത്തെ എങ്ങനെയെങ്കിലും തുറക്കം വെക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഓരോ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും വ്യക്തിപരമായ വിമർശനം കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രചരണ സ്ട്രാറ്റജി മാറ്റുന്നു. ഇത് കാണിക്കുന്നത് BJPയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു പരാജയ ഭീതിയാണെന്ന് തന്നെയാണ് എന്റെ ഒരു. വളരെ നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ, ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രധാനമന്ത്രിയോട് വാക്കുകളോടുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ നൽകിയത്.